INTUC ഓട്ടോ തൊഴിലാളി യൂണിയൻ കായംകുളം റെയിൽവേ യൂണിറ്റ് സമ്മേളനവും അംഗത്വ കാർഡ് വിതരണവും നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് ജി ബൈജു ഉദ്ഘാടനം നിർവഹിച്ചു. INTUC ഓട്ടോ തൊഴിലാളി യൂണിയൻ കായംകുളം റെയിൽവേ യൂണിറ്റ് സമ്മേളനവും അംഗത്വ കാർഡ് വിതരണവും നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് ജി ബൈജു ഉദ്ഘാടനം നിർവഹിച്ചു. നിശ്ചിത തുക റെയിൽവേക്ക് മുൻകൂറായി അടച്ച് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പാർക്ക് ചെയ്യാൻ അനുമതിയുള്ള ഓട്ടോറിക്ഷകളുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ അനധികൃത പാർക്കിംഗ് തുടരുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ജി ബൈജു പറഞ്ഞു. പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ ചെന്നാൽ അവിടെ കാണുന്ന ഡീസൽ അടിക്കാൻ ചെന്നാൽ അവിടെ കാണുന്ന തുകയ്ക്ക് കൃത്യമായി ഡീസൽ അടിക്കുവാൻ പണം കൊടുത്തേ മതിയാകും. അതേപോലെ തന്നെ വർക്ക്ഷോപ്പിൽ ഉണ്ടാകുന്ന വർധനവും, ഇതിന് പുറമെ വാഹന ഭേദഗതി നിയമം, മോട്ടോർ ഭേദഗതി നിയമം എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്ന് സകലത്തിനും റേറ്റ് കൂട്ടി. ഉറയാതെ പോയൊരു ലൈസൻസ് എങ്ങനെയെങ്കിലും കളഞ്ഞു പോയാൽ 3000 രൂപ ഉൾപ്പെടെ വൻ പിഴയാണെന്ന്. 15 വർഷം കഴിയുന്ന വണ്ടി, എല്ലാ വണ്ടികളും പ്രത്യേകിച്ച് അത് സർവീസ് ചെയ്ത് അത് വീണ്ടും അത് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇരട്ടി തുകയായി വർദ്ധിപ്പിച്ചു. ഇൻഷുറൻസ് കൂട്ടി. ഇതെല്ലാം നടന്നു വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ച് ജീവിക്കാമെന്ന് ഓർത്ത് ലെതനെന്ന് പറയുന്ന ഇവിടെയൊക്കെ കായംകുളത്തെ മുഖമതാണെങ്കിൽ ഇതാ വരുന്നു ഓൺലൈൻ ഓട്ടോ, ഓൺലൈൻ ടാക്സി വരുന്നു. ഈ മേഖലകളിൽ, നമ്മുടെ ഈ മോട്ടോർ മേഖലയിൽ മൊത്തത്തിനെ ബാധിച്ചിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെപ്പറ്റി വളരെ ഗൗരവമായി കേരളത്തിലെ തൊഴിലാളി സംഘടനകളും സംസ്ഥാന സർക്കാരും ഭരണകൂടവും ചർച്ച ചെയ്യണം. കറ്റാനം പോലുള്ള പ്രദേശത്തുനിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. അവിടെ 40-45 ടാക്സിക്കാരുകൾ നിരന്ന് കിടന്ന ഒരു കറ്റാണമായിരുന്നു മുള്ളിച്ചേട്ടൻ കണ്ടിരുന്നത്. കായംകുളത്തെ ടാക്സി സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം എത്ര ടാക്സി. ആ ടാക്സി മേഖലയിൽ നിന്ന് തൊഴിലാളികൾ പിന്മാറുവാൻ പ്രധാനപ്പെട്ട കാരണം ആ മേഖല കൊണ്ട് ജീവിക്കുവാൻ തൊഴിലാളിക്ക് കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ടാണ് അവർ പിന്മാറുന്നത്. ഇത് ഈ മേഖലയെ നിലനിർത്തണ്ടേ? ഇതുമായി അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ മേഖലയിലോട്ട് കടന്നു വന്നിരിക്കുന്ന പുതിയ പ്രശ്നങ്ങൾ, ഇന്ധനവില കൊണ്ട് ഇപ്പോൾ റെയിൽവേയിലടത്തൊക്കെ ഒരു പ്രശ്നമുണ്ടായി. ഞാൻ കായംകുളത്തെ ബിജു നസറുള്ള ഉൾപ്പെടെ പുഷ്പദാസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ ഞാൻ INTUCയുടെ പേരിൽ അഭിവാദ്യം ചെയ്യുകയാണ്. അവിടെ നമ്മുടെ പാവപ്പെട്ട ഓട്ടോക്കാർ ഒരു മാസം ഇത്ര രൂപ നിശ്ചിതത്വം എത്ര രൂപയാണ് അടയ്ക്കുന്നത്? 3500 രൂപ റെയിൽവേക്ക് അടച്ചാണ് അവിടെ കിടക്കുന്നത്. ആ ഓട്ടോത്ത് ആ 6 മാസത്തേക്ക് ആ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവിടെ കിടക്കുമ്പം INTUC യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് എ ഹസൻ ഗോയ അധ്യക്ഷത വഹിച്ചു. S രാജേന്ദ്രൻ, തണ്ടളത്ത് മുരളി, PR ശശിധരൻ, Y ഹാരിസ്, അഡ്വക്കേറ്റ് ശ്യാംലാൽ, R ഭദ്രൻ, ബിജു നസറുള്ള, ബിജു കണ്ണങ്കര, ശോഭാ സുരേന്ദ്രൻ, ബാബു കൊരമ്പള്ളിൽ, ലതൻ, ഹാഷിം സേട്ട്, MG മോഹൻകുമാർ, E ഹുസൈൻ, ഹാഷിർ പുത്തൻകണ്ടം, M സമീർ തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.